സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ ലളിതമായ ഒരു നല്ല അറിവ് നൽകാനാണ് ഞാൻ നിൽക്കുക. തലവേദന, മൈഗ്രെയിൻ ഇന്ന് സർവ്വസാധാരണമാണ്. അതിനെ പരിഹരിക്കാൻ തുമ്പയുടെ ഇലയും പൂവും അരച്ച് നെറ്റിയിലിട്ടാൽ കുറയും. തുളസിയുടെ ഇലയും ചെറിയ ഉള്ളിയും ഇച്ചിരി ഉപ്പുകല്ലും തുളസിയുടെ കതിരും 4 സാധനങ്ങൾ ചേർത്ത് ചതച്ച് നെറ്റിയിലിട്ട് ഒരു റിബൺ കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയ തലവേദന 5 മിനിറ്റ് കൊണ്ട് മാറും. അപ്പോൾ വേദനാസംഹാരി ഗുളിക കഴിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക: തുളസിയുടെ ഇല, തുളസി കതിര്, ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ സബോളയല്ല, ചെറിയ ഉള്ളി, ഒപ്പം ഉപ്പുകല്ല് നന്നായി കുത്തി ചതച്ച് നെറ്റിയിലേക്ക് പരത്തി വെച്ച് ടൈറ്റ് ചെയ്തൊരു തുണി കൊണ്ട് കെട്ടുക. തലവേദന മാറും. മൈഗ്രെയിൻ ആണെങ്കിലും മാറും. അതാണ് മൈഗ്രെയിൻ രാവിലെ ചെയ്യുക. തുമ്പയുടെ ഇല നെറ്റിയിൽ അരച്ചിടുക. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു പൂവിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. താമരപ്പൂവാണ്. നാളത്തേക്കുള്ള ചോദ്യം ഇതാണ്: വേരുകൾ ഔഷധ ഗുണമുള്ള ഒരു ഔഷധ ചെടി ഏതായിരിക്കും? അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉത്തരം അറിയിക്കുക. ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പുതിയ ക്ലാസ്സിൻ്റെ ഓരോ റിവ്യൂ നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് കേൾക്കാം. സാർ, കാൽപാദത്തെ പറ്റിയുള്ള ഇന്നത്തെ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിച്ച ഒരു ക്ലാസ് ഇതാണ് തോന്നുന്നു. ഒരുപാട് പേര് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാൽപാദത്തിൻ്റെ വേദന, ഉപ്പൂറ്റി വേദന, പിന്നെ ഉപ്പൂറ്റിൽ നീര് വരിക, പിന്നെ ഈ ആണി രോഗം, അങ്ങനെ പ്രധാനപ്പെട്ട രോഗങ്ങൾക്കെല്ലാം ഉള്ളൊരു അതിനെ പറ്റിയൊരു ചികിത്സയും പിന്നെ അറിവുമെല്ലാം കിട്ടിയ ഒരു ക്ലാസ്സായിരുന്നു ഇത്. എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം സാർ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് ഇങ്ങനെ കുഞ്ഞുനാളിലെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചത് അതിനെ എന്നും കടൽ തീരത്ത് കൊണ്ടുപോയി 1/2 മണിക്കൂർ നടത്തണമെന്നായിരുന്നു. അങ്ങനെ അത് കുറച്ച് ഒരു 5-6 മാസം അങ്ങനെ നടന്നപ്പോൾ ആ കുട്ടിക്ക് ഭംഗിയായിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയായി. കാലിന് നടക്കുമ്പോൾ ഒരു ഞൊണ്ടൽ പോലെ ആയിരുന്നു ആദ്യം, പക്ഷെ അത് ഇതിൽ ഭംഗിയായിട്ട് മാറി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ മണൽത്തരികളിലൂടെ നടക്കണമെന്ന് പറയുന്നത് ഒരു നല്ല ചികിത്സയാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല അറിവുകൾ പകർന്നു തരുന്ന ഓരോ ദിവസവും പുതിയ നമ്മൾ ഓർക്കാത്ത അറിവുകൾ സാറിൻ്റെ ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ട്. വൈദ്യരെ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഉപ്പൂറ്റി വേദന വന്നപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്യുകയും ഈ പ്ലാവിലയുടെയും ഇഷ്ടിക ചൂടാക്കി വെക്കലും ഒക്കെ സാർ എനിക്ക് പറഞ്ഞു തന്ന് അത് ചെയ്യുകയും അത് മാറുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ പേര് ഗിരിജ എന്നാണ്, എറണാകുളത്ത് നിന്നാണ്. നന്ദി, നമസ്കാരം.